അങ്ങനെ രവിയും കുട്ടികളും പോയതിനു ശേഷം രമ്യയും അമ്മയും കൂടി കുറച്ചു നേരം കുശലം പറഞ്ഞിരുന്നു. അതിനുശേഷം രണ്ടുപേരും വീട് വൃത്തിയാക്കാനും റൂം വൃത്തിയാക്കാനും ഒക്കെ ആയിട്ട് പല വഴിക്ക് പിരിഞ്ഞു. ഓഫീസിൽ ചെന്നിരുന്നിട്ടും രവിക്ക് പല പല ചിന്തകളായിരുന്നു. പലരും രവിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സുഹൃത്തുക്കൾ ചോദിച്ചു, രവി വീണ്ടും വല്ല പ്രശ്നമുണ്ടോ നിൻ്റെ ജീവിതത്തിൽ? സൗമ്യയ്ക്ക് നല്ല സ്നേഹമല്ലേ നിന്നോട്? ആണാണ്, അതൊന്നും അല്ലടാ. ഓരോ ചിന്തകൾ, പഴയ കാര്യങ്ങളൊക്കെ നീ എന്തിനാണ് ചിന്തിക്കുന്നത്? അതൊക്കെ കഴിഞ്ഞതല്ലേ. അല്ല, ഇടയ്ക്കൊക്കെ ചിന്തകൾ കയറി വരുമല്ലോ, മനുഷ്യനല്ലേ. എങ്കിൽ ആ ചിന്തകളൊക്കെ നീ അങ്ങ് കളഞ്ഞേക്ക്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ ചിന്തിക്കേണ്ട. ഇപ്പോഴത്തെ നിൻ്റെ ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. പഴയ കാര്യങ്ങളോട്ടങ്ങനെ ചിന്ത പോയാൽ ഞങ്ങൾ കൊല്ലും, സുഹൃത്തുക്കൾ പറഞ്ഞു. അവർക്കെല്ലാം അറിയാം താൻ അത്രത്തോളം വേദനയിൽ കൂടിയാണ് കഴിഞ്ഞു പോയതെന്നും ഒറ്റപ്പെട്ടതെന്നും. തന്നെ ആപത്ഘട്ടത്തിലൊന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല രമ്യ. വയ്യാതെ കിടന്ന സമയത്ത് ഒരു കൈസഹായം പോലും ചെയ്യാൻ തയ്യാറാവാത്തവളാണ് അവൾ. താൻ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത്. അപ്പോഴൊക്കെ അമ്മയാണ് തനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിരുന്നത്. ഭാര്യ എന്ന നിലയിൽ തന്നെ അവഗണിക്കുകയും ഒഴിവാക്കുകയും ചെയ്തിട്ടേ ഉള്ളൂ. എന്നിട്ടും തനിക്ക് എന്തേ അവളോട് ഇത്ര സ്നേഹവും അലിവും കരുണയെന്ന് ചോദിച്ചാൽ അറിയില്ല. ഒരുപക്ഷെ അത്രത്തോളം ആത്മാർത്ഥമായി സ്നേഹിച്ചതുകൊണ്ടാവും. അവൻ്റെ ചിന്ത ഏത് സമയവും ഇപ്പോൾ രമ്യയിൽ വന്ന് നിൽക്കുകയാണ്. സൗമ്യ ചിന്തകളിൽ പോലും വരുന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. തെറ്റാണെന്നറിയാം. പാവമാണ് സൗമ്യ. നല്ലൊരു ഭാര്യ, അതേപോലെ നല്ല ഫാമിലി. പിന്നെ എന്തിന് തന്നെ കളഞ്ഞിട്ട് പോയവളെ കുറ്റി ചിന്തിക്കണം? അവളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് സഹതപിക്കണം എന്നൊക്കെ മനസ്സിലോട്ട് കയറി വരാറുണ്ട്. പക്ഷേ ഒഴിവാക്കി കളയാൻ എന്തോ തോന്നുന്നില്ല. അന്നും ഇന്നും എന്നും അവളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഒരിക്കൽ പോലും വെറുപ്പ് തോന്നിയിട്ടില്ല. അവഗണിച്ചപ്പോൾ കുറച്ചൊക്കെ ദേഷ്യം തോന്നിയിരുന്നു. പക്ഷേ അത് ആ സമയത്തേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അതൊക്കെ പോയി. അവൾ പോയതിന് ശേഷം തൻ്റെ ജീവിതത്തിൽ അത്രത്തോളം ഉയർച്ച വന്നിട്ടുണ്ട്. ഉയർച്ചകളെ വന്നിട്ടുള്ളൂ. വീട് വാങ്ങിച്ചു, എല്ലാ സൗകര്യങ്ങളുമായി. തൻ്റെ ജീവിതം വെച്ചടി കയറ്റമായിരുന്നു. ആ കയറ്റത്തിലൊരു പങ്ക് അവൾക്കും കൂടി കൊടുക്കണമെന്ന് തോന്നി. കാരണം അവൾ ഉപേക്ഷിച്ച് പോയതിന് ശേഷമാണല്ലോ തൻ്റെ ജീവിതത്തിൽ ഇത്രയും ഉയർച്ച വന്നത്. അപ്പോൾ തൻ്റെ ഉയർച്ചയുടെ ഒരു പങ്കിന് അർഹത അവൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് ഒരു വീട് വാങ്ങിച്ചു കൊടുക്കണമെന്ന് താൻ ആഗ്രഹിച്ചതും. പക്ഷെ ആരും അറിയാൻ പാടില്ല. തൻ്റെ സൗമ്യയും തൻ്റെ അമ്മയും ഒന്നും അറിയാൻ പാടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്ന് ഉള്ള ജീവിതം കൂടി ഇല്ലാതെയാവും. അമ്മ അറിഞ്ഞാലും മതി. അമ്മ ഒന്നാമത് തന്നെ ഉപദേശിച്ചിട്ടുണ്ട് അവൾക്ക് വേണ്ടിയിട്ട് സഹായിക്കാനോ അല്ലെങ്കിൽ അവളെ കാണാനോ പോകരുതെന്ന്. അമ്മയെ ധിക്കരിച്ചുകൊണ്ടാണ് താനിതൊക്കെ ചെയ്യാൻ പോകുന്നത്. അമ്മ അറിഞ്ഞാൽ തന്നെ വെച്ചേക്കില്ലെന്ന് അവന് തോന്നി. പക്ഷേ അമ്മ അറിയാതെ വേണം എല്ലാം ചെയ്യാൻ. അമ്മയെന്നല്ല, ഈ ലോകത്ത് ആരും അറിയാൻ പാടില്ല. അങ്ങനെ പലതും ചിന്തിച്ച് വൈകുന്നേരമായി. കുട്ടികൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കണം. ഇന്ന് കഴിക്കാൻ എന്ത് വേണമെന്ന് അവരോട് ചോദിച്ചില്ല. എല്ലാ ദിവസവും അവരോട് ചോദിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇന്ന് എന്തേ ചോദിച്ചില്ല? പലതും താനിപ്പോൾ മറന്നു പോകുന്നുണ്ട്. ചിന്തകളിലും ഓർമ്മകളിലുമെല്ലാം രമ്യ കയറി നിറഞ്ഞു നിൽക്കുകയാണ്. പിന്നെ എങ്ങനെ ഓർക്കാനാണ്? അവൻ എന്നും മേടിക്കുന്ന രീതിയിൽ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. സൗമ്യയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വാങ്ങിക്കാറുണ്ട്. ഇത്തവണ അവൾക്ക് സ്പെഷ്യൽ വാങ്ങിച്ചു. അവളെ വിട്ടുകളയാനോ മറക്കാനോ പറ്റില്ലല്ലോ. തന്നെ പ്രശ്നങ്ങളിലെല്ലാം ചേർത്ത് നിർത്തിയവളാണല്ലോ അവൾ. അങ്ങനെ അവൾക്കും സാധനം വാങ്ങിച്ച്, അമ്മയ്ക്കും വാങ്ങിച്ച്, കുട്ടികൾക്കും വാങ്ങിച്ച് അവൻ വീട്ടിലേക്ക് പുറപ്പെട്ടു. കാർ ഓടിക്കുന്നതിനിടയ്ക്ക് അവൻ്റെ ചിന്തകൾ രമ്യയെക്കുറിച്ചിട്ടായിരുന്നു. നാളെ തന്നെ അവളെ ഒന്ന് പോയി കാണണം. നാളെ എപ്പോൾ പോകുമെന്നാണ് അവൻ ചിന്തിച്ചത്. രാവിലെ തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്. ഓഫീസിൽ ചെന്നാൽ ഒരു സമയമാവും ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ. അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുക്കണം. ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാം. അവൻ കാർ ഓടിക്കുന്നതിനിടയ്ക്ക് പലതും പ്ലാൻ ചെയ്ത് മനസ്സിൽ കണക്കൂട്ടി വെച്ചു. നാളെ ഉച്ചയ്ക്ക് ലീവ്. അത് ഉറപ്പിച്ച് അവൻ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നതും കുട്ടികളും അമ്മയും വൈഫും എല്ലാം ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. അച്ഛൻ പാപ്പം കൊണ്ടുവന്നേ എന്ന് പറഞ്ഞ് കുട്ടികൾ ഓടിക്കൊണ്ടു വന്നു. കവറുകളെല്ലാം കുട്ടികളുടെ കയ്യിലും സൗമ്യയുടെ കയ്യിലുമായിട്ട് കൊടുത്തു. കഴിക്കാനുള്ളതെല്ലാം പ്ലേറ്റിനകത്ത് നിർത്തി ചായയും ഇട്ട് രമ്യ ടേബിളിൽ കൊണ്ടുവച്ചു. രവിയോട് പറഞ്ഞു, ഏട്ടാ ഫ്രഷായിട്ട് വരൂ, ചായയും കുടിച്ച് സ്നാക്സും കഴിക്കാം. ഞാൻ കഴിച്ചിട്ട് എനിക്ക് വിശപ്പില്ല. അത് പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾ ഒരെണ്ണമെങ്കിലും കഴിക്കണം. അങ്ങനെ രവി പോയി ഫ്രഷായി വന്നപ്പോഴേക്കും ചൂട് ചായയും പലഹാരങ്ങളും ഒക്കെ നിരന്നു. അങ്ങനെ അതിൽ നിന്നും കുറച്ചൊക്കെ എടുത്ത് കഴിച്ച് കുറച്ച് നേരം ടി വിയൊക്കെ കണ്ട് അമ്മയോടും അവളോടും ഒക്കെ കുശലം പറഞ്ഞ് കുട്ടികളോട് കുറച്ച് നേരം കളിച്ച് അവരെ പഠിക്കാനൊക്കെ സഹായിച്ചു. അപ്പോഴേക്കും കിടക്കാനുള്ള ടൈമായി. ഇനി അത്താഴം കഴിക്കണം. അങ്ങനെ അത്താഴത്തിനുള്ള സ്പെഷ്യൽ അമ്മായിയും മരുമോളും കൂടി ഉണ്ടാക്കി. അതൊക്കെ എല്ലാവരും കൂടി ചേർന്ന് സന്തോഷത്തോടെ കഴിച്ചു. കുട്ടികൾ ഉറങ്ങാനായി റൂമിലേക്ക് പോയി. അമ്മയും പറഞ്ഞു, എനിക്കിനി ഇരിക്കാനൊന്നും വയ്യ, നടുവിനെന്തോ ഒരു പ്രശ്നം പോലെ, അമ്മ പോയി കിടന്നോളൂ. രവി പറഞ്ഞു, ഈ അമ്മയോട് ഞാൻ കുറേ നേരം കൊണ്ട് പറയുന്നു പോയി കിടക്കാൻ.
സൗമ്യ തിരിച്ച് മറുപടി കൊടുത്തു. ഞാൻ അമ്മയോട് പറയുന്നില്ലേ പോയി കിടക്കാൻ, അമ്മ എന്തിനാ ഈ വെയ്യാതെ കുത്തിയിരിക്കുന്നത്, അമ്മയ്ക്ക് വെയ്യെങ്കിൽ ഒരു ജോലിയും ചെയ്യണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ അമ്മ കേൾക്കത്തില്ല. ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് ജോലി ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അമ്മയും കൂടെ വരും. അമ്മയ്ക്ക് വെയ്യാത്തതാണെന്ന് അമ്മയ്ക്ക് അറിയത്തില്ലേ? അവൾ സ്നേഹത്തോടെ ശാസിച്ചു. അമ്മ എങ്കിൽ ഞാൻ പോയി കിടക്കട്ടെ മക്കളെ എന്ന് പറഞ്ഞ് കുട്ടികളുടെ റൂമിലേക്ക് പോയി. അതിനുശേഷം രവിയും സൗമ്യയും കൂടി കുറച്ച് നേരം കൂടി കാര്യം പറഞ്ഞിരുന്ന് തമാശകളൊക്കെ പറഞ്ഞു, ചിരിയും കളിയും ഒക്കെ ആയിട്ട്. എങ്കിൽ നമുക്ക് പോയി കിടന്നാലോ? സൗമ്യ പറഞ്ഞു. അവൾക്ക് റീൽസിനുള്ള സമയമായെന്ന് തോന്നുന്നു. അങ്ങനെ രണ്ടുപേരും റൂമിലേക്ക് പോയി. അവൾ കുറച്ചു നേരം റീൽസ് കണ്ടപ്പോൾ അവൻ പഴയ ചിന്തകളിലേക്ക് പോയി. ഇപ്പോൾ അവൻ ഏത് സമയവും ചിന്തിക്കുന്നത് വലിയ ഇഷ്ടമായി മാറിയിരിക്കുന്നു. കാര്യം ആ ചിന്തകളിലൊക്കെ ഒരു പ്രിയപ്പെട്ട മുഖം വരാറുണ്ട്, രമ്യയുടെ മുഖം. നാളെ വൈകിട്ട് പ്രതീക്ഷിക്കാതെ അവളെ വീണ്ടും കാണാൻ പോവുകയാണ്. ആ ഒരു സന്തോഷത്തിലായിരുന്നു അവൻ. ഈ ഇടയായിട്ട് രവിയേട്ടന് ഭയങ്കര സന്തോഷമാണല്ലോ. റീൽസ് കാണുന്നതിൻ്റെ ഇടയ്ക്ക് അവൾ പറഞ്ഞു, എന്താടി എനിക്ക് സന്തോഷിച്ചൂടെ? എന്താ ഈ സന്തോഷത്തിൻ്റെ രഹസ്യം? ഈ ഉള്ളവളും കൂടെ ഒന്ന് അറിയട്ടെ. ഒന്നുമില്ലടി, മനസ്സിനിപ്പോൾ സന്തോഷമുണ്ട്. ഫാമിലിയിലാണെങ്കിലും എല്ലാവരും നല്ല രീതിയിലല്ലേ, അപ്പോൾ അതിൻ്റെ സന്തോഷം നമുക്ക് വരുമല്ലോ. അത് ആ സന്തോഷമായിരുന്നോ? എനിക്ക് സന്തോഷിച്ചു. എൻ്റെ ചേട്ടൻ ഒരുപാട് സന്തോഷിച്ചു, അവൾ തമാശയായിട്ട് പറഞ്ഞു. നമുക്ക് കിടക്കാടി. അവന് പെട്ടെന്ന് തന്നെ നേരം വെളുത്ത് വൈകുന്നേരമായിക്കോളാൻ വയ്യാത്ത വെപ്രാളമായിരുന്നു. ഈ രവിയേട്ടൻ കാരണം റീൽസും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞവൾ ഫോൺ വെച്ച് രണ്ടുപേരും കിടന്നു. നേരം വെളുത്ത് പതിവ് പോലെ എല്ലാവരും അടുക്കള ജോലിയിലും ഫ്രഷ് ആവുന്നതിൻ്റെ തിരക്കിലുമൊക്കെ ആയിരുന്നു. അങ്ങനെ അവൻ മനസ്സിൽ ചില കണക്കൂട്ടലുകൾ നടത്തി ആഹാരമൊക്കെ കഴിച്ച് കുട്ടികളെയും കൊണ്ട് ഇറങ്ങി ഓഫീസിൽ ചെന്നു. നേരത്തെ തന്നെ അവിടെ അറിയിച്ചു, എനിക്ക് ഇന്നിച്ചിരി നേരത്തെ പോകണം, ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം. എന്തു പറ്റി? അല്ല, എനിക്ക് നടുവിന് ചെറിയൊരു പ്രശ്നം, ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈം ഉച്ചയ്ക്ക് ശേഷമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ പൊയ്ക്കോളൂ. അങ്ങനെ അവൻ ഉച്ചയാവുന്നതും കാത്തിരുന്നു. ഉച്ചയ്ക്ക് സൗമ്യ കൊടുത്തുവിട്ട ആഹാരമൊക്കെ ആസ്വദിച്ച് കഴിച്ചു. അതിനുശേഷം ഒന്ന് മുഖമൊക്കെ കഴുകി മുടിയൊക്കെ ചീകി ഒന്ന് ഫ്രഷായി. അതിനുശേഷം ഇറങ്ങാനുള്ള പുറപ്പാടായി. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി തുണിക്കട ലക്ഷ്യമാക്കി പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരെ ഈ സ്റ്റോറി ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ തുണിക്കടയിൽ ചെന്നിട്ട് വീണ്ടും രമ്യയെ കാണുന്ന രംഗവുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ.